നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം, ആ ചിത്രത്തിന് ഒരുപാട് അർത്ഥങ്ങൾ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ 18 രാഹുൽ മാങ്കൂട്ടത്തില് ഈ പറയുന്ന ശബരിമലയിൽ ചെന്ന് അയ്യനെ കണ്ട് അയ്യന്റെ മുന്നിൽ മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. എന്റെ പൊന്നു രാഹുലെ, എന്താണ് രാഹുലെ നീ പ്രാർത്ഥിച്ചത്? ശബരിമലയിൽ ചെന്നു, അയ്യനെ കണ്ടു, അയ്യനോട് പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു, ശബരിമലയിൽ നിന്ന് ഇറങ്ങുന്നു. സഖാക്കളെ ഓരോന്നിനോ ആയി പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥരും തൂക്കിയെടുത്ത അകത്തിടുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും അവസാനം പത്മകുമാർ, മുൻ ദേവസ്വം പ്രസിഡന്റ്, അതിന് തൊട്ട് മുൻപ് അതിന്റെ മുന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന എൻ വാസു, അങ്ങനെ ഓരോരുത്തരായി പോലീസ് അകത്തിരുന്ന കാഴ്ച. ഇപ്പോഴത്തെ മറ്റൊരു വാർത്ത കൂടി നമ്മളിലേക്ക് പുറത്തു വരുന്നു. ഈ പത്മകുമാറിന്റെ മൊഴി അനുസരിച്ച് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം പത്മകുമാർ പറഞ്ഞ മൊഴികളിൽ ചിലതൊക്കെ ഈ പറയുന്ന കടകംപള്ളിയുടെ കൈകൾ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇത്തരത്തിലൊരു ചോദ്യം ഉയരുന്നത്. രാഹുലെ, എന്താണ് രാഹുലെ പ്രാർത്ഥിച്ചത്? അയ്യനുമായിട്ട് എന്താണ് ഇത്ര വലിയ ബന്ധം? നിങ്ങൾ പറഞ്ഞത് അയ്യൻ കേട്ടുവല്ലോ. അയ്യപ്പൻ, നിങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ പ്രാർത്ഥന അയ്യപ്പൻ സ്വീകരിച്ചിരിക്കുന്നല്ലോ. അതിനുള്ള അടയാളങ്ങൾ, പ്രതിഫലനങ്ങൾ, ചലനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഹുലിനെ വേട്ടയാടാൻ മുന്നിൽ നിന്ന ആളുകൾ, രാഹുലൊന്ന് മല കയറി സന്നിധാനത്തെത്തി, പടി ചവിട്ടി സന്നിധാനത്തെത്തിയിട്ട് ഈ പറയുന്ന അയ്യന്റെ മുന്നിലൊന്ന് വണങ്ങിയിട്ട് മനസ്സുരുകി അങ്ങ് പ്രാർത്ഥിച്ചു രാഹുൽ മാങ്കൂട്ടം. തിരിച്ചിറങ്ങി പാലക്കാട്ട് എത്തിയപ്പോഴേക്കും തുടങ്ങി വിക്കറ്റ് ഒരു ഭാഗത്ത് നിന്ന് തെറിക്കാൻ. പോറ്റിയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി ഓപ്പണിംഗ് ഇറങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. പിന്നെ ഇങ്ങോട്ട് വന്ന് അഞ്ചാമനായിട്ട് പത്മകുമാറിന്റെ വിക്കറ്റ് തെറിക്കുന്നു, നാലാമനായിട്ട് എൻ വാസുവിന്റെ വിക്കറ്റ് തെറിക്കുന്നു. അടുത്തത് മിഡിൽ ഓർഡർ തകർന്നടിയുകയാണ്. അടുത്തത് കടകംപള്ളി സുരേന്ദ്രൻ ആരാണ്? അല്ലെങ്കിൽ എസ് പ്രശാന്ത്, അല്ലെങ്കിൽ ആരാണ്? വാസവൻ. ആരാണ് അടുത്ത വിക്കറ്റ്? എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതുപോലെ ടീ ബ്രേക്കിലാണ് കാര്യങ്ങൾ ഉള്ളത്. ആരും തിരക്ക് കൂട്ടണ്ട. അടുത്ത ബ്രേക്ക് കഴിഞ്ഞ് കളി തുടങ്ങുമ്പോൾ തന്നെ ഉടനടി 6ാമത്തെ വിക്കറ്റും പോകുമെന്ന് രാഹുൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോ രാഹുൽ ഇതൊക്കെ പറയുമ്പോ എന്റെ മനസ്സിൽ വന്നു, ഞാനിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് രാഹുൽ? എന്താണ് പ്രാർത്ഥിച്ചത്? രാഹുലെ, ഒരു കാര്യം പറയട്ടെ രാഹുലെ, ദയവ് ചെയ്ത് ഇനി നിങ്ങൾ അയ്യപ്പനെ കാണാൻ പൊക്കോളൂ. അയ്യപ്പന്റെ മുമ്പിൽ വണങ്ങി, അയ്യപ്പന്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ച് ഈ പറയുന്ന അയ്യപ്പന് മുന്നിൽ പ്രാർത്ഥിക്കാം താങ്കൾക്ക്. പക്ഷേ താങ്കൾക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ ഒന്ന് തീർത്തു തരണമെന്ന്. താങ്കൾ വല്ല പ്രയാസവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ തീർത്തു തരണമെന്ന്. താങ്കളുടെ കുടുംബത്തിന് വല്ല പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തീർത്തു തരണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കാവൂ രാഹുൽ മാങ്കൂട്ടത്തിലെ. പ്ലീസ്, ദയവ് ചെയ്ത് ഇത്തരത്തിൽ വേട്ടക്കാരെ വെട്ടി വീഴ്ത്തണമെന്ന് പ്രാർത്ഥിക്കല്ല രാഹുൽ മാങ്കൂട്ടം. അടിമകൾക്ക് സഹിക്കാൻ കഴിയില്ല. എന്നാലും എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് അയ്യപ്പനോട് പറഞ്ഞത്? നിങ്ങൾ അവിടുന്ന് ഇറങ്ങി പാലക്കാട് എത്തുമ്പോഴേക്കും വിക്കറ്റ് വീണ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞത്? ചെക്കനൊന്ന് മനമുരുകി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. വേട്ടക്കാരുടെ വിക്കറ്റ് ഓരോന്നായി ഇങ്ങനെ തെറിക്കാൻ തുടങ്ങി. വല്ലാത്തൊരു അത്ഭുതം തോന്നില്ലേ നിങ്ങൾക്ക്? അത്ഭുതം തോന്നില്ലേ? ഒരു വല്ലാത്തൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ലേ? രാഹുലും അയ്യപ്പനും തമ്മിൽ ഒരു വല്ലാത്തൊരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇല്ലേ? ഉണ്ടായേ മതിയാവുകയുള്ളൂ അല്ലേ? കാരണം ചെക്കൻ വല്ലാതെ അങ്ങ് പ്രയാസപ്പെട്ട് മനമുരുകി വല്ലാത്ത ഒരു എന്താ പറയട്ടെ, ഇമോഷണൽ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിലാണ് പടി ചവിട്ടി സന്നിധാനത്തെത്തി അയ്യനെ കണ്ട് വണങ്ങി അയ്യന്റെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങുന്നു, നിയമസഭയിൽ പോകുന്നു, അത് കഴിഞ്ഞ് തിരിച്ച് പാലക്കാട്ടേക്ക് തിരിക്കുന്നു. പാലക്കാട്ടെത്തിയ രാഹുൽ മാങ്കൂട്ടം പിന്നെ കാണുന്നത് തൻ്റെ എതിർ ടീമിലുള്ളവരുടെ ഓരോരുത്തരുടെയും വിക്കറ്റുകൾ അങ്ങനെ തെറിക്കുന്നതാണ് രാഹുൽ കാണുന്നത്. വല്ലാത്തൊരു അനുഭവം തന്നെ. അതുകൊണ്ട് അടിമകളോടും അന്തംഗമികളോടും സഖാക്കളോടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ, കളി രാഹുലിനോട് വേണ്ട മക്കളെ. മനസ്സിലായില്ലേ? നിങ്ങള് കളിച്ച കളികളിലെ ഒരു ഭാഗത്ത് രാഹുലാണ്, ഒരു ഭാഗത്ത് അയ്യപ്പനാണ്.
രണ്ടും നിങ്ങൾ തൊട്ടാൽ നിങ്ങളുടെ കൈ പൊള്ളുന്ന സിറ്റുവേഷനാണ് രണ്ട് കാര്യത്തിലും. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ? ആയില്ലേ? മനസ്സിലായി കാണും നിങ്ങൾക്ക്. നിങ്ങൾ അല്ലെങ്കിലും വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ രാഹുൽ കടന്നുപോയ ഇമോഷൻ ഒന്നല്ല ഇപ്പൊ നിങ്ങൾക്കുള്ളത്. അതിൻ്റെയൊക്കെ എത്രയോ 10 മടങ്ങ് ഇരട്ടിയിലധികം വലിയ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിന് തൊട്ട് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇതൊക്കെ ഇങ്ങനെ മുന്നിൽ കണ്ടു നിൽക്കുമ്പോ നിങ്ങളുടെ മുന്നിൽ ആകെ ഉള്ളത് എന്താണ്? അയ്യന്റെ സ്വർണം കട്ടവർ എന്നുള്ള ഒരൊറ്റ ലേബൽ മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. അയ്യന്റെ സ്വർണം കൊള്ളയടിച്ചവർ എന്നൊരു ലേബൽ മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, പടച്ചോനെ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തരുത് എന്ന്. മനസ്സിലായില്ലേ? ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തരുത്. ഒന്നും പറയാനില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ, വാ മൂടിക്കെട്ടി സ്വന്തം കുടുംബത്തോട് പോലും, സ്വന്തം കുടുംബത്തിന്റെ മുന്നിൽ പോലും ഒരു ന്യായം പറയാൻ കഴിയാതെ സഖാക്കൾ ഇങ്ങനെ കുഴഞ്ഞു നിൽക്കുന്ന വല്ലാത്തൊരവസ്ഥ. ഇടയിൽ പല കാപ്സ്യൂളുകളും ഇറക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്നിപ്പോ കെ ശൈലജ വേറൊരു സാധനം ഇറക്കിയിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ പറയാം. അതൊക്കെ കാണുമ്പോ വല്ലാത്തൊരു പുച്ഛം അത് മാത്രമാണ്. ഏത് പി കെ ശശി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുച്ഛം മാത്രമേ തോന്നുന്നുള്ളൂ എന്ന്. അത് തന്നെയാ ഇപ്പൊ തോന്നുന്നത്. നിങ്ങളെ കാണുമ്പോ വല്ലാത്തൊരു പുച്ഛം മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ലേ? രാഹുൽ വെറുതെ അല്ല. രാഹുലും അയ്യപ്പനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ചെക്കന് വല്ലാതെ അങ്ങ് ഇടങ്ങാറായി, വല്ലാത്തൊരു ഈ വെട്ടയാടലുകൾ. ഒരു സാധാരണ മനുഷ്യനാണല്ലോ, ആർക്കാണെങ്കിലും അതിൻ്റെതായ ഫീലിങ്ങുകളും ഇമോഷനുകളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു ഘട്ടത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എവിടെ നിന്നോ ഒരു വിളിയാളം പോലെ രാഹുലിന് തോന്നുകയാണ്. ഒന്ന് മല കയറണം, അയ്യനെ ഒന്ന് കാണണം, അയ്യന്റെ മുന്നിൽ ഒന്ന് വണങ്ങണം, ഒന്ന് നമസ്കരിച്ച് തൊട്ട് വണങ്ങി ഒന്ന് പ്രാർത്ഥിക്കണം, മനമൊരുകി പ്രാർത്ഥിക്കണം. ചെക്കനതങ്ങ് ചെയ്തു. തിരിച്ചിറങ്ങുമ്പോഴേക്കും ഓരോ വിക്കറ്റുകൾ അങ്ങനെ 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 ഒരു സൈഡിൽ നിന്ന്, പാലറ്റമല്ല തല തുടങ്ങി ഒരു ഭാഗത്ത് നിന്ന് ഇപ്പൊ പത്മകുമാറിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ കൊണ്ട് അവസാനിക്കില്ല ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീണ്ടും ആവർത്തിച്ച് പറയുക, ഇത് പിണറായി വിജയന്റെ സർക്കാർ, ആ സർക്കാരിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി, ആ ആണി അടിക്കലോടുകൂടി മാത്രമേ ഇത് അവസാനിക്കുകയുള്ളൂ. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ് അവസാനിപ്പിക്കേണ്ടതും. കേരളത്തിലെ പൊതുജനങ്ങളെ ഇത്രമാത്രം ദ്രോഹിച്ച ഒരു സർക്കാർ നമ്മൾ കണ്ടിട്ടില്ല. കേരളത്തിലെ പൊതുസമൂഹത്തെ വഞ്ചിച്ച RSSന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി ഇവിടുത്തെ പലതിനെയും പണയം വെച്ച മക്കൾക്ക് വേണ്ടി, സ്വന്തക്കാർക്ക് വേണ്ടി ഈ പറയുന്ന ആദർശത്തെയും ആശയത്തെയും കേരളത്തിന്റെ പൊതുജനത്തെയും പണയം വെച്ചവരാണിന്ന് ഈ പറയുന്ന കസേരയിൽ ഇരിക്കുന്ന പിണറായി വിജയൻ. അതുകൊണ്ട് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി അവസാന ആണിയടിക്കലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. ഞാനിന്നിങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ചിത്രം, അത് ഇങ്ങനെ ഒരുപാടധികം തവണ ഞാനിന്നിങ്ങനെ മാറി മാറി കാണുകയായിരുന്നു. എന്തായിരിക്കും രാഹുൽ പറഞ്ഞിട്ടുണ്ടാകുക അയ്യനോട് എന്നുള്ള ഒരു ചിന്ത, ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. കാരണം അയ്യന്റെ മുമ്പിൽ അങ്ങനെ വണങ്ങി നിന്ന് അയ്യന്റെ മുന്നിൽ എന്തൊക്കെയോ രാഹുൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇറങ്ങിയപ്പോഴേക്കും അയ്യൻ അതിനുള്ള ഉത്തരവും നൽകി കഴിഞ്ഞു എന്നുള്ളതാണ്. പാലക്കാട് തിരിച്ചെത്തുമ്പോഴേക്കും ആദ്യ വിക്കറ്റ് വീണു. ഇവർക്ക് ഏറ്റവും അവസാനം, ഇവരുടെ ഈ അവസാന ഘട്ടത്തില്, പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ഘട്ടത്തില് ഇവർക്ക് ഏറ്റവും വലിയ കൈപൊള്ളിയ 2 വിഷയങ്ങളാണ്. ഒന്ന് അയ്യൻ, രണ്ടാമത്തത് രാഹുൽ മാങ്കൂട്ടം. ഈ 2 വിഷയങ്ങളും ഇവരുടെ കൈ നന്നാതെ വല്ലാതെ പൊള്ളിച്ചിരിക്കുന്നു. ഇവർ അതിന്റെ വേദന വല്ലാതെ അങ്ങ് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിമകൾ അങ്ങനെ കരഞ്ഞു മെഴുകുന്നതാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. ഒരു നിലക്ക് കടകംപള്ളി അടക്കമുള്ള ആളുകൾ വലിയ അസ്വസ്ഥതയിലാണ്.
മറ്റൊരിടത്ത് ഈ പറയുന്ന ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്ന് പൊക്കിക്കാണിക്കുമ്പോഴും അയ്യന്റെ സ്വർണത്തിന്റെ അടയാളങ്ങൾ, അതിന്റെ അവശിഷ്ടങ്ങൾ ഇവരുടെ കൈകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോ നിങ്ങളുടെ കയ്യിൽ മഷി പുരട്ടി കഴിഞ്ഞ് നിങ്ങൾ ആ മെഷീനിൽ ഇങ്ങനെ ഞെക്കാൻ പോകുമ്പോ അവിടെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരേണ്ടത് ഈ കൈ പൊക്കി കാണിച്ച കരങ്ങളിലുള്ള ഈ പറയുന്ന അയ്യന്റെ സ്വർണത്തിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായിരിക്കണം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരേണ്ടത് എന്നുള്ള കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ.